പ്രിയപ്പെട്ടവരെ, തിരുവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ നിറഞ്ഞ് വചനം പങ്കുവയ്ക്കാനുള്ള കൃപയ്ക്കായി, വചനമുള്ളിൽ സ്വീകരിച്ച് 100 മേന് ഫലം പുറപ്പെടുവിക്കാനുള്ള കൃപയ്ക്കായി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. വിതയ്ക്കപ്പെടുന്ന വചനം സാത്താൻ കുത്തിക്കൊണ്ടു പോകാതിരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച്, Holy Spirit, we welcome you. Speak to us, transform us, bless us. പരിശുദ്ധാത്മാവേ, ഈ 2026 ഞങ്ങളോട് സംസാരിക്കണമേ. ഷൈജോച്ചിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, 2026 പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ളത് കുടുംബങ്ങളോടാണ്. എന്റെ കുടുംബത്തോട്, ദാമ്പത്യത്തോട്, കുഞ്ഞുങ്ങളോട്, തലമുറകളോട് സംസാരിക്കണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. Holy Spirit, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. റൂഹായേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. പരിശുദ്ധ റൂഹാ, സ്വർഗം തുറന്നിറങ്ങി എന്റെ ഹൃദയത്തെ തുറക്കണമേ. ആത്മാവാം ദൈവമേ വരണേ. Touch me, Holy Spirit. എന്റെ ഉള്ളിൽ Move, Holy Spirit. വരണേ. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളോടും, ഓരോ ദാമ്പത്യങ്ങളോടും, ഓരോ യുവതി യുവാക്കളോടും, ഓരോ കുഞ്ഞുങ്ങളോടും, ഓരോ സിസ്റ്റേഴ്സിനോടും സംസാരിക്കണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. Anointing. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. The fire of the Holy Spirit. Receive. തിരുരക്തത്താൽ ജെറമയ 5:14 മാംസം ധരിക്കട്ടെ. ജെറമയ 5:14 മാംസം ധരിക്കട്ടെ. ദൈവമഹത്വത്തിനായി. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൃപയുടെ നിറകുടമായ പരിശുദ്ധമ്മയുടെ ഉമ്മല ഹൃദയത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരിക്കുക, നല്ല നിവർന്നിരിക്കുക, ചാരി ഇരിക്കരുത്, നിവർന്നിരിക്കുക. ഉച്ച സമയമാണ്, നിവർന്നിരിക്കുക. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. ഷൈജോച്ചൻ എന്നോട് വിഷയമൊന്നും പറഞ്ഞില്ല, ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിൽ. പക്ഷേ അച്ഛൻ കുടുംബത്തെ സ്പർശിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത്. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ബോധ്യവും അത് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:32 നമുക്ക് ഉറക്കെ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:32 ഉറക്കെ വായിക്കണം. നിങ്ങളെ ഞാൻ ഇങ്ങനെയും വായിക്കാം, പക്ഷേ കുറച്ചുകൂടി നമുക്ക് ഉണർവോടെ വായിക്കാൻ പറ്റും, അല്ലേ? ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പാണ്, കുടുംബങ്ങളാണ്. വലതുകരം ഉയർത്തി ഒരിക്കൽ കൂടി ആ വചനം ശക്തിയോടെ വായിച്ചേ. നിങ്ങളെ ഞാൻ
അപ്പൊ കൃപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് യേശുക്രിസ്തുവാണ്. വചനം എന്താണെന്ന് ചോദിച്ചാൽ അതും യേശുക്രിസ്തു തന്നെ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളെ ഞാൻ കർത്താവിനും 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 ഭരമേൽപ്പിക്കുന്നു. അത്രമാത്രം പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ നിങ്ങൾക്ക് അവകാശം തരുന്നതിനും ഈ കൃപയുടെ വചനത്തിന് സാധിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. എല്ലാവരും നിവർന്നിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ബലഹീനരാണ്, അല്ലേ? ഏതെങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് എങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഞാൻ അടക്കമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് 1-2 വീക്ക്നെസ് എങ്കിലും ഉണ്ട്. അങ്ങനെ അംഗീകരിക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്താമോ? കരങ്ങൾ ഉയർത്തിക്കേ. ഓക്കെ, എല്ലാവരും തന്നെ. ഹെബ്രായലേഖനം 4:14-16 ഉറക്കെ വായിക്കണം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ. വചനമൊക്കെ പെട്ടെന്ന് ഇടണം. ഹെബ്രായർ 4:14-16 ഉറക്കെ വായിക്കാം. സ്വർഗത്തിലേക്ക് കടന്നുപോയ എൻ്റെ ബലഹീനതയിൽ എന്നോട് സിമ്പതൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹൈ പ്രീസ്റ്റ് അല്ല എനിക്കുള്ളത്. അതാണ് ഈശോയുടെ പ്രത്യേകത. ഈശോയ്ക്ക് അറിയാം നമുക്ക് വീക്ക്നെസ് ഉണ്ട്. ഈശോയ്ക്ക് അറിയാം നമ്മൾ വീണു പോകുന്നുണ്ട്. ഈശോയ്ക്ക് അറിയാം നമ്മൾ നല്ല തീരുമാനമെടുത്തിട്ടും ആ തീരുമാനമല്ല നടപ്പിൽ വരുത്തുന്നത്. എങ്കിലും എൻ്റെ ബലഹീനതയിൽ, എൻ്റെ പങ്കാളിയുടെ ബലഹീനതയിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ബലഹീനതയിൽ, എൻ്റെ അപ്പൻ്റെ, അമ്മായിയമ്മയുടെ, സഹോദരങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. മറിച്ച് ആരാണ് നമുക്കുള്ളത്? വായിച്ചെടുത്ത വചനം. പിന്നെയോ ഒരിക്കലും, ഉറക്കെ വായിക്ക, ഇന്ന് വചനം ഉറക്ക വായിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അനേകർ അനുഗ്രഹിക്കപ്പെടും. ഈ 1 മണിക്കൂർ സമയം ഞാൻ വചനം ഉറക്ക വായിക്കാൻ പരിശ്രമിച്ചു. എനിക്ക് ടയേർഡായിരുന്നു, ഉറക്കമായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു എന്ന് പറഞ്ഞ് വചനം വായിച്ചു കൊണ്ടിരുന്നാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ ഒരു തീ, സ്വർഗത്തിന്റെ ഒരു അഗ്നി കടന്നു വരും. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ അത് സ്വീകരിച്ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. പോരാ എന്നെ ഇത് കമോൺ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപയുടെ വചനത്തിന്, നമ്മളെ അനുഗ്രഹിക്കുന്ന വചനത്തിന്, നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളോട് സഹതപിക്കുന്ന ഈശോ, ആ ഈശോയുടെ അടുത്ത് ചെല്ലാൻ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ക്ഷണിക്കുകയാണ്. നമ്മൾ ഈ നിമിഷം പെട്ടെന്ന് കണ്ടുപോകുന്ന കാര്യങ്ങൾ, ഈ കൃപയുടെ വചനം ഞാൻ സ്വീകരിക്കുന്നുണ്ട്. ഈ കൃപയുടെ ജീവിതത്തിലേക്ക് മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ആദ്യ കുർബാനയിലൂടെയും ഇന്നത്തെ പരിശുദ്ധ ബലിയിലൂടെയും പരിശുദ്ധ കുംഭസാരത്തിലൂടെയും ദൈവവചനത്തിലൂടെയും ഞാൻ പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കൃപ ഈ തൊളയുള്ള കൊട്ടയിൽ ഊർന്നു പോകുന്നത് പോലെ ഇതെല്ലാം ചെയ്തിട്ടും കൃപ നഷ്ടമാകുന്നുണ്ട്. ഈ കൃപ നഷ്ടമാകുന്ന ചില മേഖലകൾ നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ കാണാൻ പോകുകയാണ്. അതിൽ ഷൈജോച്ചൻ ഓൾറെഡി നമ്മുടെ പിറുവിറുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മൾ ചിന്തിക്കണം. എല്ലാ കുടുംബങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിരിക്കുകയില്ല, പക്ഷേ മിക്കവാറും ചിലതൊക്കെ ആപ്ലിക്കബിൾ ആകാൻ സാധ്യതയുണ്ട്. എൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ വാശിപിടുത്തമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഗുസ്തിപിടുത്തമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ വാഗ്വാദങ്ങളുണ്ടോ? എൻ്റെ കുടുംബത്തിൽ തെറി പറയുന്ന സ്വഭാവമുണ്ടോ? എൻ്റെ ദാമ്പത്യത്തിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ടോ? എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവിടെ കൃപ ചോരുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-23 മുതലുള്ള വചനങ്ങൾ. വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി പറയുന്ന നാവ് രോക്ഷവും.
വചനം പഠിപ്പിക്കുകയാണ്, കലഹക്കാരിയായ ഭാര്യയോടൊത്ത് അല്ലെങ്കിൽ ഭർത്താവിനോടൊത്ത് വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്ത്. ഇതിനാണ് നമുക്ക് ലോഫ്റ്റൊക്കെ പണിതേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോഫ്റ്റിൽ കഴിയുന്നതാണ് കലഹക്കാരിയായ ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ നല്ലത് അവിടെ ഡോറടച്ച് സ്വസ്ഥമായി ഇരിക്കുന്നതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? 2 തിമോത്തി 2:23 മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്, അവ കലഹങ്ങൾക്ക് ഇടയാക്കും. പല കലഹങ്ങളുടെയും പ്രശ്നം ചിലപ്പോൾ ഒരു സിനിമയെ ചൊല്ലിയുള്ള വാഗ്വാദമായിരിക്കും, ചിലപ്പോൾ നാട്ടിലയച്ചൊരു പൈസയെ കുറിച്ചുള്ള വാഗ്വാദമായിരിക്കും, ഒരുപക്ഷെ ഡ്യൂട്ടിയിലെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വാഗ്വാദമായിരിക്കും, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കറക്റ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള വാഗ്വാദമായിരിക്കും. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ പ്രിയപ്പെട്ട കുടുംബമേ, നീ എല്ലാവരും നേരെ ഇരുന്നേ, ചാരിയിരിക്കരുത്, നേരെ ഇരുന്നേ. ഉറങ്ങാൻ സുഖം തോന്നും, നേരെ ഇരിക്കുക. ഒരു സകനം ക്രൂശിനോടൊത്ത് എടുത്ത് നിന്റെ കുടുംബത്തിന് നീ ഒരു ഡിപ്പോസിറ്റ് സമർപ്പിക്കുക. ഈ നിമിഷം ഈ സകനം, ഈ കുത്തിയിരിപ്പ്, ഈ നിവർന്നിരിപ്പ് എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്ന കാഴ്ചയർപ്പണം. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 30:33 പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും, മലയാളിക്കറിയാം. മൂക്കിനിടിച്ചാൽ ചോര വരും, ബോയ്സ് സ്കൂളിൽ പഠിച്ചപ്പോൾ നമുക്കറിയാം. കോപം ഇളക്കി വിട്ടാൽ കലഹമുണ്ടാകും. മൂക്കിലെ ചോരയും പ്രശ്നമില്ലായിരുന്നു, വെണ്ണയും പ്രശ്നമില്ലായിരുന്നു, ഈ കലഹമാണ് ബ്രദറെ പ്രശ്നം. ഈ കുടുംബത്തിൽ നിന്ന് ഒഴിയാബാധ പോലെ ഇത് വിട്ടുപോകുന്നില്ലല്ലോ. എത്ര പ്രാർത്ഥിച്ചിട്ടും മാറ്റം വരുന്നില്ലല്ലോ. മടുത്തു. സുഭാഷിതങ്ങൾ 21:19 ഓൾഡ് ടെസ്റ്റമെന്റിലാണ് ഭാര്യമാർ മാത്രം. പുതിയ നിയമം വരുമ്പോൾ കലഹക്കാരനും കലഹക്കാരിയുമുണ്ട്. കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്. മാറ്റമില്ലാത്ത വചനം നമുക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു. തട്ടിമ്പുറത്ത് വസിക്കുന്നതാണ്, മരുഭൂമിയിൽ വസിക്കുന്നതാണ്. നിനക്ക് എഡ്യൂക്കേഷൻ കാണാം, നിനക്ക് IQ കൂടുതലായിരിക്കാം, നിനക്ക് NHS ഉണ്ടായിരിക്കാം, നിനക്ക് ഡ്രൈവിംഗ് ഉണ്ടായിരിക്കാം, നിനക്ക് തട്ടിമെടുക്കുണ്ടായിരിക്കാം, നീ അതിപുരാതന കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയായിരിക്കാം, നീ സ്വർണം കൊണ്ടുവന്ന വ്യക്തിയായിരിക്കാം, നീ കയ്യൊക്കെയുള്ള വ്യക്തിയായിരിക്കാം. വചനം പറയുകയാണ്, നീ കലഹക്കാരനാണെങ്കിൽ, നീ കലഹക്കാരിയാണെങ്കിൽ നിന്നോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തട്ടിമ്പുറം കയറുന്നതാണ്. അതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് ഇത്രമാത്രം കടുപ്പത്തോടെ പറയുന്നത്? നമുക്ക് മാറ്റം വരാനല്ലേ. ദൈവം ഇത്രമാത്രം ഹാർഷായി സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി അംഗീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. ഈ വചനം നമ്മുടെ ദാമ്പത്യത്തിന് പ്രഹരമാണ് പ്രിയപ്പെട്ടവരെ, സ്വീകരിക്കണം. ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 13:10 താൻ തോന്നികൾ. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെയൊക്കെ വചനം ഉണ്ടോ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുക. താൻ തോന്നികൾ ഔദത്യ നിമിത്തം കലഹമുണ്ടാക്കുന്നു. എന്നാൽ ഉപദേശം സ്വീകരിക്കുന്നവരുടെ കൂടെയാണ്. ഒരു താൻ തോന്നിയാണോ ഞാൻ? എന്തുകൊണ്ടാണ് ഞാൻ കലഹമുണ്ടാക്കുന്നത്? എൻ്റെ ഈഗോ, എൻ്റെ പ്രൈഡ്, എൻ്റെ മസിലിലുള്ള ചില വിശ്വാസങ്ങൾ, എൻ്റെ ബാങ്ക് ബാലൻസിലുള്ള ചില വിശ്വാസങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരിലുള്ള ചില വിശ്വാസങ്ങൾ, തന്തോന്നികൾ ഔദത്യ നിമിത്തം കലഹമുണ്ടാക്കുന്നു. നിന്നെ അടിച്ചാൽ ആരാടി ചോദിക്കാനുള്ളത്? നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് എന്നാ ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റും? ഇവിടെ ചോദിക്കുന്നവരാണ്. ഇത് UK ആട്ടോ, ഇനി ചേട്ടാ എന്നൊന്നും വിളിക്കുകയല്ല, ജോർജ് തോമസ് എന്നൊക്കെ ഞാൻ വിളിക്കുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരികളുമൊക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ പോകും, ചോദിക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഫുഡ് അടിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകും, ചിലപ്പോൾ അത് മിഡ് നൈറ്റിലാകും, ചോദിക്കരുത് കേട്ടോ. ഇത് UK ആണ്, ഇത് ഓസ്ട്രേലിയയാണ്. ഞാൻ മോഡേൺ വേൾഡിലാണ്. എനിക്ക് താലിയിടാൻ ഇഷ്ടമില്ലട്ടോ, ഭർത്താവിന്റെ പേര് കൂടെ ചേർക്കാൻ ഇഷ്ടമില്ലട്ടോ.
ഞാൻ മോഡേൺ ഫെമിനിസ്റ്റാണ്. പെണ്ണുങ്ങളുടെ കാര്യം മാത്രമല്ല, ആണുങ്ങളുടെ ഉണ്ട്. യാക്കോബ് 3:6 നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ്, അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. യാക്കോബ് 3:8-9 ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് നീ പള്ളി പോകും, നീ കർത്താവിനെ വിളിക്കും, നീ സ്തുതിക്കും, എന്നിട്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ നീ ശപിക്കും. അമ്മായിയമ്മയെ നീ ശപിക്കും, അമ്മായപ്പനെ ശപിക്കും, പങ്കാളിയെ ശപിക്കും, മക്കളെ ശപിക്കും. ഒരു കൂസലുമില്ല, ഒരു കൂസലുമില്ല. പ്രഭാഷകൻ 23:13 ചിലർക്കുള്ള വചനമാണ്. അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. കൂട്ടുകൂടുമ്പോൾ, വീക്കെൻഡിൽ യാത്ര ചെയ്യുമ്പോൾ അസഭ്യ ഭാഷണം പറഞ്ഞ് നീ ആനന്ദിക്കുന്നെങ്കിൽ, വില കെട്ടവ പറഞ്ഞ് നീ മുന്നേറുന്നെങ്കിൽ, വചനം പഠിപ്പിക്കുന്നു, അസഭ്യ ഭാഷണം നീ ശീലിക്കരുത്, അതിനെ കട്ട് ചെയ്യണം. അത് പാപകരമാണ്, അതിന്റെ കുടുംബത്തെ നശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ദൈവവചനം നമ്മളോട് കൃപ ചോരുന്ന ഈ മേഖലകളെ കുറിച്ച് പറയുന്നത്? സമാധാനം നിറഞ്ഞ്, സന്തോഷം നിറഞ്ഞ്, വിട്ടുവീഴ്ച ചെയ്ത്, പരസ്പരം അംഗീകരിച്ച്, ഒരൊറ്റ ശരീരം പോലെ, ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ, 2 ചിറകുകളും ഒന്നിച്ചടിച്ചാലേ ഈ പക്ഷിക്ക് പറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം കുറവുള്ള നിന്റെ ഭർത്താവിനെ കുറിച്ചും, കുറവുള്ള നിന്റെ ഭാര്യയെ കുറിച്ചും, കുറവുള്ള നിന്റെ മക്കളെ കുറിച്ചും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കൃപയുടെ കുടുംബജീവിതം നയിക്കാൻ, കൃപയുടെ ദാമ്പത്യത്തെ പണിതുയർത്താൻ, കൃപയുടെ തലമുറകൾക്ക് അസ്ഥിഭാരമിടാൻ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയാണ് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവത്തിന്റെ വചനം. ഇത് സ്വീകരിക്കുന്നവർ 2 കരങ്ങളും ഉയർത്തിയെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മൾ കൃപ ചോരുന്ന അടുത്ത മേഖലയിലേക്ക് കിടക്കുകയാണ്. മദ്യപാനം, പുകവലി, മാസ്റ്റർബേഷൻ, പോണോഗ്രഫി, ദാമ്പത്യ അവിശ്വസ്തത, ജഡിക പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിന്റെ കൃപ, നിന്റെ ശരീരമാകുന്ന ആലയത്തെ നീ ബോധപൂർവം വിട്ടുകൊടുക്കുന്നെങ്കിൽ അത് തെറ്റാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 21:34. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ 10 വർഷമായിട്ടില്ല യു കെയിൽ വന്നിട്ടുള്ളവര്, അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ലെസ് ദാൻ 10 years. നന്നായിട്ട് കരങ്ങൾ ഉയർത്ത്. മോർ ദാൻ 80%, 70% ആൾക്കാർ അങ്ങനെയാണ്. ഓക്കെ. സുഖലോലഭത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിന്റെ മനസ്സ് ദുർബലമാവുകയും ഒരു കെണി പോലെ, വായിച്ചോ, ഒരു കെണി പോലെ പെട്ടെന്ന് നിന്റെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഒന്നിച്ച് വായിച്ചേ. സുഖലോലഭത, വാട്സാപ്പിൽ വരുന്ന ഹായ് ഉണ്ടല്ലോ, അത് കെണിയാണ്. മെസ്സഞ്ചറിൽ വരുന്ന ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ, അത് കെണിയാണെന്ന്. നീ എല്ലാം തകർന്നിരിക്കുമ്പോൾ ഒരു ഹായും ഒരു നല്ല സുന്ദര വചനങ്ങളും ഉണ്ടല്ലോ, അത് കെണിയാണെന്ന്. നിന്റെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ നിന്നെ സഹായിക്കാൻ വരുന്ന ചിലരുണ്ടല്ലോ, അതെല്ലാം നല്ലതാകണമെന്നുള്ള കെണിയാകാം. കെണി പോലെ പെട്ടെന്ന് നിബന്ധിക്കാം. ശ്രദ്ധ വേണം എന്ന് വചനം പഠിപ്പിക്കുന്നു. കൃപ നഷ്ടപ്പെടുത്തരുത് എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രഭാഷകൻ 7:8 ഈ ഗ്രൂപ്പിനുള്ള വചനമാണ്. പ്രഭാഷകൻ 7:8. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കില്ല. കാണിച്ച മനോജ്, പ്രഭാഷകൻ 7:8 ഉറക്കെ വായിച്ചേ. അറിഞ്ഞും അറിയാതെയും ദുർബല നിമിഷത്തിൽ വീണു പോകും, വിശുദ്ധ കുമ്പസാരത്തിലേക്ക് ഓടും. അതൊക്കെ കർത്താവിന് അറിയാം.
പക്ഷേ ചില രഹസ്യ പാപങ്ങളെ താലോലിച്ച് ജീവിക്കുന്നവരുണ്ട്. ഈ മണ്ണിൽ ഞാൻ ഓർക്കുകയാണ്, സ്വർഗഭോഗത്തിന് അടിമയായ ഒരു വ്യക്തി അവസാനം അവൻ ചിന്തിക്കുകയാണ്, എനിക്ക് ആ പാപകരമായ അസുഖമാണോ, HIV ആണോ? രാത്രികാലം നാവിട്ട് നിലവിളിച്ച് ഫോൺ വിളിക്കുകയാണ്. അങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ ഞാൻ ചത്തുകളയും. 3-4 മക്കളുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയുമായി പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലാക്കുകയാണ്, നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ ഈ പാപം ചെയ്യാനായിട്ടാണ് പോകുന്നത്. ആ വ്യക്തിയുടെ നാട് മാറിയിട്ടുണ്ട്, രാജ്യം മാറിയിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ പറഞ്ഞു, ഇന്നും ആ പാപം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രഹസ്യ പാപങ്ങൾ, ജഡിക പാപങ്ങൾ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ. എൻ്റെ മക്കൾ എൻ്റെ ഇന്റർനെറ്റ് നോക്കുമ്പോൾ, എൻ്റെ മക്കൾ എൻ്റെ ലാപ്ടോപ്പ് തുറന്നു നോക്കുമ്പോൾ, എൻ്റെ മക്കൾ എൻ്റെ സ്മാർട്ട് ഫോൺ തുറന്നു നോക്കുമ്പോൾ, അഭിമാനമുള്ള ഒരപ്പനായി അമ്മയായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് സുഹൃതമാണ് പ്രിയപ്പെട്ടവരെ. അത് സ്വർഗം തരുന്ന സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വീണ്ടും വായിക്കാം, പ്രഭാഷകൻ 5:2 മുതലുള്ള തിരുവചനങ്ങൾ. കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വായിക്കണം. വചനം നമ്മളെ വിശുദ്ധീകരിക്കും, വചനം നമ്മളെ ശക്തിപ്പെടുത്തും. പ്രഭാഷകൻ 5-ാം അധ്യായം 2 മുതൽ ഉറക്കെ വായിക്കാം. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ആരുണ്ടെന്നെ നിയന്ത്രിക്കാൻ? UK അല്ലേ, അമേരിക്ക അല്ലേ എന്നൊന്നും ചിന്തിക്കരുത്. ഓൺലൈനിൽ കൂടുന്നവരും ചിന്തിച്ചോ. ഇനി അടുത്ത്, പാപം ചെയ്തിട്ട് ഇന്നിങ്ങനെയാണ്. പാപം ചെയ്തിട്ട് എന്നാ ഒരു കുഴപ്പമില്ല, നല്ല സുഖമുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയാ. ദൈവത്തിന്റെ വചനം പറയാണ്, കർത്താവിന്റെ കോപം സാവധാനം വരും. അത് നിന്റെ തലമുറയെ തകർക്കും, നിന്റെ കുടുംബത്തെ തകർക്കും, നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കും. ഓടിയകലണം സർപ്പത്തിൽ നിന്ന പോലെ. കുമ്പസാരക്കൂടിനെ കെട്ടിപ്പിടിക്കണം, ഈ അൾത്താരെ കെട്ടിപ്പിടിക്കണം, പൗരോഹിത്യത്തെ കെട്ടിപ്പിടിക്കണം, വചനത്തെ കെട്ടിപ്പിടിക്കണം, പരിശുദ്ധ അമ്മയെ കെട്ടിപ്പിടിക്കണം. സ്വർഗം സത്യമാണ് പ്രിയപ്പെട്ടവരെ, നിത്യനരകം സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഭയപ്പെടുത്തുന്ന വചനമല്ല, നിന്നെ അനുഗ്രഹിക്കുന്ന വചനമാണ്. അടുത്ത വചനം, ക്ഷമിക്കുമെന്നോർത്ത്. ഉറക്കെ വായിച്ചേ, ക്ഷമിക്കുമെന്നോർത്ത്, ക്ഷമിക്കുമെന്നോർത്ത്, ക്ഷമിക്കുമെന്നോർത്ത്. അടുത്ത വചനം, അവിടുത്തെ കാരുണ്യം. അടുത്ത വചനം, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ ചില യങ് പീപ്പിളൊക്കെ പറയും, ബ്രദറെ ഇതിപ്പം 20 ഒക്കെ അല്ലേ, ആളൊരു 40 ആകട്ടെ, ഒരു 50 ആകട്ടെ, എന്നിട്ട് ഞാൻ വരാം പള്ളിയിലൊക്കെ. ഞാനൊക്കെ എനിക്ക് ഇഷ്ടം. ഈ ഒരു 30 വർഷം ഉണ്ടല്ലോ. ആ മകൻ അറിയുന്നുണ്ടോ ആ ദിവസം അവന് പൂർത്തിയാക്കാൻ പറ്റുമെന്ന്? ആ മകൻ അറിയുന്നുണ്ടോ അവൻ സൂയിസൈഡിൽ ചെന്ന് അവസാനിക്കുമോ എന്ന്? ആ മകൻ അറിയാമോ കഴുകന്മാർ അവനെ പിച്ചു ചീന്നുവെന്ന്? അവനോ അവൾക്കോ? നാളെ എന്ന് നീട്ടിവെക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു കൺവെൻഷൻ നമുക്ക് നൽകുകയാണ്. കർത്താവിലേക്ക് തിരിയാൻ ഒരു കുമ്പസാരക്കൂട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. വചനത്തിലേക്ക് നാം വളയണം. നമ്മൾ വചനത്തെ വളച്ചൊടിക്കരുത്. കുടിക്കാൻ ഇഷ്ടമുള്ളവര് കാനായിലെ കാര്യമൊക്കെ പറഞ്ഞൊന്ന് വളയ്ക്കാൻ നോക്കും വചനത്തെ. അവർക്ക് വചനത്തിലേക്ക് വളയാൻ 100-ലധികം തവണ മദ്യപാനം തെറ്റാണ്, പൈശാചികമാണ്, നിത്യനരകത്തിൽ ചെന്നെത്തും എന്ന് വിശുദ്ധ ബൈബിളിലുണ്ട്. അതൊന്നും പ്രശ്നമല്ല. ഒരു കാര്യം വ്യാഖ്യാനിച്ച് വചനത്തെ തൻ്റെ ജീവിതത്തോട്, തൻ്റെ പാപകരമായ അവസ്ഥയോട് വളച്ചു വയ്ക്കുന്ന ഒരു ആധുനിക സമൂഹം. അവിടെയാണ് മാറ്റമില്ലാത്ത വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. പ്രഭാഷകൻ 23:18 ഉറക്കെ വായിക്കാം. പ്രഭാഷകൻ 23:18. വിവാഹ ഉടമ്പടി
ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാം. വളരെ സുഖമല്ലേ? ആരാ കാണുന്നേ? ഡ്യൂട്ടി അല്ലേ? കാറല്ലേ? പിക്നിക് അല്ലേ? ആരും വരാത്ത സ്ഥലങ്ങളല്ലേ? കപ്പലിന്റെ ഡെക്കല്ലേ? കുഞ്ഞുങ്ങൾ ഉറക്കമല്ലേ? പങ്കാളി ഡ്യൂട്ടിയിലല്ലേ? പങ്കാളി നാട്ടിലല്ലേ? ആരാണ് എന്നെ കാണുക? ആരാണ് എന്നെ അറിയുക? സ്വർഗം വിലപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി. ഇത് സ്വർഗത്തിന്റെ കരച്ചിലാണ്, വചനത്തിന്റെ കരച്ചിലാണ്. കൃപയുടെ വചനം നമ്മെ നോക്കി കരയുകയാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ മടങ്ങി വരണം. കർത്താവ് രക്തത്താൽ നേടിയെടുത്ത പരിശുദ്ധ രക്തത്തിന്റെ അഭിഷേകത്താൽ ഒരു പുതിയ ജീവിതം നയിക്കണം. ഇന്ന് നിങ്ങൾക്ക് ആ കൃപ ലഭിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഹബക്കുക്ക് 2:11 നമ്മളെ ഭയപ്പെടുത്തുന്ന വചനമാണ്. ഹബക്കുക്ക് 2:11 ഉറക്കെ വായിക്കാം. ഞാനിതൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതൊന്നും അറിയില്ല. ഷോ എക്സ്ക്യൂസ് പറയുമ്പോൾ വചനം പറയാണ്, ഭിത്തിയിൽ നിന്ന് കല്ല് പറയും. ഞാൻ കണ്ടിട്ടുണ്ട്. തുലാം വിളിച്ചു പറയും, ഞാൻ സാക്ഷിയാണ്. ദൈവത്തിന്റെ വചനം, ആത്മാവിന്റെ വാളാകുന്ന വചനം ചങ്കിൽ പതിക്കുന്നവർ ഇന്നൊരു പുതിയ ജീവിതം ആരംഭിക്കും. സ്വർഗം നിനക്ക് വേണ്ടി കൈയടിക്കും. ധൂർത്തപുത്രനെ മോതിരമണിയിച്ച, ധൂർത്തപുത്രന് വസ്ത്രം നൽകിയ ആഗസ്തീനോസിനെ ഉന്നതനായ വിശുദ്ധനാക്കി മാറ്റിയ കർത്താവ് നമ്മളെ കരങ്ങളിലെടുത്ത് അനുഗ്രഹിച്ച് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനെ പോലെ, ചെയ്തിട്ടില്ലാത്തവളെ പോലെ. അതാണ് സുവിശേഷം. ചങ്ക് പൊട്ടിക്കരയുന്നവർക്ക് സ്വർഗം ഉറപ്പാണ്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചുരുക്കി പോവുകയാണ് പ്രിയപ്പെട്ടവരെ. കൃപ ചോർന്നു പോകുന്ന മറ്റൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. സ്ക്രീൻ ടൈം എത്ര മണിക്കൂറാണെന്ന് ചിന്തിക്കുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഓൺലൈൻ ന്യൂസ് പേപ്പറുകൾ. 12 വർഷം മുമ്പ് അയർലൻഡിൽ ഒരു ധ്യാനം. അവിടെ ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചെറിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, മറിച്ച് ഞാനല്ല, ദൈവകൃപയാണ് അധ്വാനിച്ച് അതിനെ ആസ്പദമാക്കി ഒരു ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എനിക്ക് ഏറെ ആനന്ദം നൽകിയതാണ് 2-3 മാസങ്ങൾക്ക് മുമ്പ് ആ ദമ്പതികൾ എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു. ഓർക്കുന്നുണ്ടോ ബ്രദർ, ഞാൻ നാട്ടിൽ ഒരു ലെക്ചറായിരുന്നു, അയർലൻഡിൽ വന്നു ധാരാളം സിനിമകൾ കാണുമായിരുന്നു, ധാരാളം ആക്റ്റീവായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുന്നത്, ചോർന്നു പോകുന്നത് ഈ മേഖലകളിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്നിതാ 10-ലധികം വർഷങ്ങളായി ഒരിക്കൽ പോലും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയിട്ടില്ല. ഒരിക്കൽ പോലും സിനിമ കാണണമെന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കർത്താവിന്റെ കൃപയിൽ ചാരി, കൃപ നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ധാരാളം മക്കളെ സ്വീകരിച്ചുകൊണ്ട് കൃപയുടെ വചനത്തിന്റെ സാക്ഷികളായി ഞങ്ങൾ ജീവിക്കുകയാണ്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. കഴിഞ്ഞ 6-7 മാസത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ 2 ജീവിതങ്ങളുണ്ട്. ഞാൻ ഫേസ്ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്വന്തം സ്മാർട്ട് ഫോണിൽ യൂട്യൂബുകൾ പോലും ഡിലീറ്റ് ചെയ്ത് യേശുവിനോട് ഒത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അനുദിനം 25-50 അധ്യായങ്ങൾ വായിക്കുന്ന ജീവിതങ്ങൾ, സാധാരണ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. എല്ലാവരും നേരെ നിവർന്നിരുന്നേ, ചാരരുത്, ഉറങ്ങരുത്. കർത്താവ് സംസാരിക്കുകയാണ്. നിവർന്നിരുന്ന് 2 കരങ്ങളും ഉയർത്തി വിളിച്ച് യേശുവേ, 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 യേശുവേ. മക്കളുമായിട്ടുള്ള ബന്ധം,
കൃപ ചോരും. മല്ലു കൾച്ചറും മോഡേൺ കൾച്ചറും ന്യൂജൻ കൾച്ചറും പൊരുത്തപ്പെടുന്നില്ല. അപ്പൻ എപ്പോഴും ദേഷ്യം, അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യം. ചില കുട്ടികൾ എന്നോട് പറയും, എൻ്റെ ബ്രദറെ ഫട്ടപ്പായി ഈ മമ്മിയുടെ കൂടെ ജീവിക്കാൻ, എനിക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുകയാണ്, എനിക്ക് മാറി താമസിക്കാൻ തോന്നുകയാണ്. അതേ അമ്മ തന്നെ പറയാണ്, എനിക്കറിയാം ബ്രദറെ എൻ്റെ നാവ് ശരിയല്ല എന്ന്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ടാപ്പിൽ ഇച്ചിരി വെള്ളം കൂടുതൽ എടുത്താൽ പ്രശ്നം, ടിഷ്യൂ കൂടുതൽ എടുത്താൽ പ്രശ്നം, വാതിലടയ്ക്കുന്നതിന് പ്രശ്നം, ഇരിക്കുന്നതിന് പ്രശ്നം, നിവരുന്ന പ്രശ്നം, ഉടുക്കുന്നതിന് പ്രശ്നം, മൊത്തം പ്രശ്നമാണ്. പ്രശ്നം മാത്രമേ ഉള്ളൂ, അട്ടഹാസങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും മകൾക്കും മനസ്സിലാകുന്നില്ല, അപ്പനും മകനും മനസ്സിലാകുന്നില്ല. കൃപ ചോർന്നു പോകുകയാണ്. ചിലർക്ക് അപ്പനെയും അമ്മേനും ബഹുമാനിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് യൂത്തിലെ അവൾ ഇന്ന് മിടിക്കുകയാണ്. അവൾ സ്വന്തം അപ്പനെയൊക്കെ പറയാൻ നമുക്ക് മടിയായിരുന്നു. അതുകൊണ്ട് അവൾ പറയും, സ്കൂളിന്റെ ഒരറ്റത്ത് തന്നെ ഇറക്കി വിട്ടേക്ക്, ഞാൻ പൊക്കോളാം. അവളുടെ സ്റ്റാറ്റസിന് പോരാത്തൊരപ്പൻ. SI കൂടി, വചനം കിട്ടി, ഈശോയിലായി കഴിഞ്ഞപ്പോൾ അപ്പൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി മാറി. കൂട്ടുകാരുടെ നടുവിൽ, പാർക്കിങ്ങിന്റെ നടുവിൽ, സകലരുടെ നടുവിൽ എന്നെ ഇറക്കി വിടണമെന്ന് ശാഠ്യം പിടിച്ച് അപ്പന്റെ മുഖത്തുമ്മ കൊടുത്ത് അപ്പനെ കെട്ടിപ്പിടിച്ച് സ്കൂളിലേക്ക് എല്ലാ ദിവസവും പോകുന്ന ഒരു മോളുടെ ചിത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കുട്ടി പറഞ്ഞു, ഞാൻ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയല്ല, അമ്മയുണ്ടെങ്കിൽ പിശാചാണ്. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ കുട്ടി ഓടി വന്ന് പറയാണ്, ബ്രദറെ അറിയാമോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ മമ്മിയാണ്. എന്താണ് സംഭവിക്കുന്നത്? കൃപയുടെ വചനം മാംസം ധരിക്കുകയാണ്. കൃപയുടെ വചനം വിവിധ ഭാഷകളൊന്നും മനസ്സിലാക്കാത്തവർക്ക് പന്തക്കുസ്തയുടെ അനുഭവം കൊടുക്കുകയാണ്. പന്തക്കുസ്തയുടെ അനുഭവം കൊടുക്കാൻ മുട്ടിന്മേൽ നിന്നാൽ, കരഞ്ഞാൽ, നിലവിളിച്ചാൽ നമുക്ക് അനുഗ്രഹം നൽകും എന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും നമ്മുടെ കൃപ ചോരുന്ന മേഖലകൾ ഭക്തിരാഹിത്യമല്ലേ? കുടുംബ പ്രാർത്ഥന ചടങ്ങായി മാറിയില്ലേ? പള്ളിയിൽ പോകുന്നുണ്ട്, വിശ്വാസമുണ്ടോ? കുമ്പസാരിക്കുന്നുണ്ട്, വിശ്വാസമുണ്ടോ? സെന്റ് പോൾ പഠിപ്പിക്കുന്നില്ലേ, വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് സകലതും പാപമാണ്. നീ കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. യേശു നിന്നെ കഴുകി നീ പുതിയ മകളായി എന്ന് വിശ്വസിക്കണം. ഈശോയെ സ്വീകരിച്ചിട്ട് മാത്രം കാര്യമായില്ല, ജീവിക്കുന്ന കർത്താവിനെയാണ് ഞാൻ സ്വീകരിച്ചത് എന്ന് നീ വിശ്വസിക്കണം, ഏറ്റുപറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക പുതിയ കുടുംബങ്ങളിലെ ഞങ്ങളൊക്കെ 20-25 വർഷമായവരാണ്. നിങ്ങൾക്കൊരു ദൂതുണ്ട് പ്രിയപ്പെട്ടവരെ. വീട് പണിയാൻ ഓടി നടക്കരുത്, ലോൺ എടുത്ത് നടുവടിക്കരുത്, നാട്ടിൽ 50 ചുംബികൾ കെട്ടിപ്പൊക്കരുത്, സ്ഥലങ്ങൾ വാങ്ങിക്കരുത്. പണ്ട് കുറെ പേര് സ്ഥലം വാങ്ങി, കുറെ പേര് വീട് പണിതു. ഇന്ന് വീടുകളിൽ പാർക്കാൻ ആളില്ല, സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല, മോർഗേജ് തീർന്നിട്ടില്ല, ലോൺ അവസാനിച്ചിട്ടില്ല. വ്യഗ്രത, വ്യഗ്രത, വ്യഗ്രത. എന്നിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 12:15 2 കരങ്ങൾ ഉയർത്തി അതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു 5 പ്രാവശ്യം ഏറ്റു പറഞ്ഞ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പറ. മൂന്നാമത് പറ, നാലാമത് പറ, അഞ്ചാമത് പറ. സമ്പത്ത് വേണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. പക്ഷെ സമ്പത്ത് നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കിയാൽ, സമ്പത്ത് നമുക്കെല്ലാം നൽകില്ല. വീടുണ്ട്, കാറുണ്ട്, സകലതുമുണ്ട്, പുകയുന്ന അഗ്നിപർവ്വതം പോലെ കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു കിടക്കുകയാണ്. ദാമ്പത്യങ്ങൾ പങ്കുവെക്കപ്പെടുന്നില്ല, മറ്റൊരു പ്രശ്നമാണ്. ക്ഷീണം പേര് പറയും, മെനോപ്പസ് പേര് പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈർഷ്യ കിടപ്പുണ്ട്,
ഒരു പിറുപിറുപ്പ് കിടക്കുമ്പോണ്ട് കൊണ്ട് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല, തോളോട് ചേർത്ത് കിടക്കാൻ പറ്റുന്നില്ല, ചങ്കിൽ ചേർത്ത് വെക്കാൻ പറ്റുന്നില്ല, ചങ്കിൽ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുനീർ സ്വീകരിക്കാൻ പറ്റുന്നില്ല, കുറവുള്ള ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന വചനം വ്യഗ്രതയാണ്. അവന് അതുണ്ട്, അവൾക്കിതുണ്ട്, പിന്നെ ഓട്ടമാണ്. ക്ലൈമറ്റ് ബെറ്ററാന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിലോടും, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും ക്ലൈമറ്റിന് പ്രശ്നം, അവിടെ മറ്റു പലതിലുള്ള പ്രശ്നം, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഓടും. കർത്താവ് പറയാതെ ഒരിടത്തേക്കും ഓടരുത്. കർത്താവ് പറയാതെ ഒരു കോഴ്സിലും മക്കളെ അയക്കരുത്. കർത്താവ് പറഞ്ഞാൽ മാത്രം ചെയ്യുക. അമിതമായ ഉത്കണ്ഠ, ടെൻഷൻ, ഇതിന്റെ എല്ലാം നടുവിൽ കൃപ ചോദിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പെട്ടെന്നൊരു അസുഖം വരുന്നു, ഒരു വേർപാടിന്റെ ദുഃഖം, ശാരീരികമായ ഞാൻ പറഞ്ഞ പോലെ മെനോപീസ് പോലുള്ള ചില പ്രശ്നങ്ങൾ, വിസ ഇഷ്യൂസ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറച്ചു നിൽക്കണം, നമ്മൾ ഉറച്ചു നിൽക്കണം. സങ്കീർത്തനം 34:18 അപ്രകാരമുള്ളവർക്കാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. രക്ഷിക്കും, ഉറപ്പ്. യോഹന്നാൻ 14:27 വായിച്ചേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. മറ്റൊന്നാണ് കൂട്ടുകൊട്ട്, അടിപൊളി എന്റർടൈൻമെന്റ്, ആഘോഷങ്ങൾ എല്ലാം തെറ്റാണെന്നല്ല. പക്ഷെ ഇതെല്ലാം ചെയ്ത് കൂട്ടി നിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ കൗതാശിക ജീവിതം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യേശു 1ാം പ്രയോറിറ്റിയിൽ നിന്ന് 4ഉം 5ഉം പ്രയോറിറ്റിയിലേക്ക് വഴുതി മാറുന്നുണ്ടെങ്കിൽ അത് പൈശാചികമാണ്. ആ കൂട്ടുകെട്ട് പൈശാചികമാണ്. ആ ആഘോഷങ്ങൾ പൈശാചികമാണ്. യേശുവിൽ വളരാത്ത, വചനത്തിൽ വളരാത്ത, വിശുദ്ധിയിൽ വളരാത്ത, പ്രാർത്ഥനയിൽ വളരാത്ത എന്തും നിനക്ക് അപകടകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു മേഖലയാണ് ആന്തരിക മുറിവുകൾ. കൃപ ചോർത്തി കളയും. നല്ല സന്തോഷമായിരിക്കും ഭർത്താവ്, ഒരു പ്രശ്നവും ഇല്ല. പെട്ടെന്നാണ് 20 വർഷം മുമ്പുള്ള കാര്യം, സ്കട്ട് മിസൈൽ, ഉടനെ മുഖം മാറി, ഡയലോഗ് അടിച്ചു, ദേഷ്യം വന്നു, കലഹമായി, പൊട്ടിത്തെറിയായി, പ്രശ്നമായി. മുറിവുണങ്ങിയിട്ടില്ല, മുറിവിന്നും തളം കെട്ടി നിൽക്കുകയാണ്, ദാഹം ഇന്നും കിടക്കുകയാണ്, പരാതി ഇന്നും മാറിയിട്ടില്ല. ക്രൂശിതനിൽ നിന്ന് ഇന്ന് സൗഖ്യം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കൂട്ടുകെട്ടുകളുടെ 1-2 വചനമുണ്ട്, സമയമില്ല നമുക്ക്. യാക്കോബ് 4:4 വിശ്വസ്ത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ, അത് ക്രിക്കറ്റ് ആകട്ടെ, ഫുട്ബോൾ ആകട്ടെ, ഗുസ്തിയാകട്ടെ, ജിമ്മാകട്ടെ, കരാട്ടെ ആകട്ടെ, ട്യൂഷൻ ആകട്ടെ, എന്റർടൈൻമെന്റ് ആകട്ടെ, എന്തും പ്രശ്നം തന്നെയാണ്. 1 യോഹന്നാൻ 2:15-17 ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹമില്ല. ആക്കി വായിച്ചോ നിങ്ങൾ പിന്നീട്. ഇതെല്ലാം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 കൊരിന്തോസ് 2:11 ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ തന്ത്രശാലിയാണ്, അവൻ സൂത്രശാലിയാണ്, അവൻ കബളിപ്പിക്കും, അവൻ കെണിയിൽ വീഴ്ത്തും. അങ്ങനെ വീഴാതിരിക്കാൻ, പിടിച്ചു നിൽക്കാൻ കർത്താവ് നമുക്ക് വചനം നൽകുകയാണ്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്താണ് ഇതിനൊക്കെയുള്ള പ്രതിവിധി? ഒട്ടനവധി പ്രതിവിധികളുണ്ട്. ഒന്ന്, ഈശോയ്ക്ക് 1 സ്ഥാനം കൊടുക്കുക. 1 പത്രോസ് 3:15 കർത്താവ് ഹൃദയത്തിൽ. ആദ്യം കർത്താവ്, പിന്നെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ. അത് കഴിഞ്ഞോളൂ നിന്റെ ബെസ്റ്റിയും നിന്റെ മറ്റുള്ളവരുമൊക്കെ.
സ്വർഗത്തിന്റെ ഓർഡർ തെറ്റിക്കരുത്. കൃപ ചോർന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം സ്വർഗത്തിന്റെ ഓർഡർ കീപ്പ് ചെയ്യുക. യേശുവിന്, കുടുംബ പ്രാർത്ഥനയ്ക്ക്, കൗദാശിക ജീവിതത്തിന്, കൂടെയുള്ള കുമ്പസാരത്തിന്, ധ്യാനത്തിന്, ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക്, ഉപവാസത്തിന് പ്രാധാന്യം കൊടുക്കുക. യേശുവിനെ സ്നേഹിക്കാൻ പരിശ്രമിക്കുക. കൃപ ചോരാതിരിക്കും, കൃപ വർദ്ധിച്ചു കൊണ്ടിരിക്കും. യാക്കോബ് 4:6 ആഴമേറിയ എളിമ സ്വന്തമാക്കുക. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ. പരിശുദ്ധമ്മയുടെ കരം പിടിച്ച്, അമ്മേ എനിക്ക് എളിമ വാങ്ങി നൽകണമേ, എൻ്റെ ഈഗോ അഹങ്കാരം എടുത്തു മാറ്റണമേ, നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന. പ്രഭാഷകൻ 7:10 ഉറക്കെ വായിക്കാം. പ്രഭാഷകൻ 7:10. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. അടുത്തിരിക്കുന്നവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത് നേരെ ഇരിക്കാനൊക്കെ പറഞ്ഞേ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. നന്നായിട്ട് ചിരിച്ചൊരു ആശംസാവചനം, ന്യൂ ഇയർ ഗ്രീറ്റിംഗ് നന്നായിട്ട് കരങ്ങൾ കൊടുത്ത് പറഞ്ഞേ, പ്രാർത്ഥനയിൽ, കമോൺ, പ്രാർത്ഥനയിൽ. ബിരിയാണി കഴിക്കുന്ന മടുപ്പ് തോന്നിയാലും പ്രശ്നമില്ല, പക്ഷേ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നും. മേക്കപ്പിനൊക്കെ ഇച്ചിരി കുറവ് വന്നാലും പ്രശ്നമില്ല, മുടി കെട്ടിയില്ലാലും പ്രശ്നമില്ല. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. 4-5 ഐറ്റം കോഴ്സുകൾ ഉണ്ടാക്കിയില്ലെങ്കിൽ 1-2 കറി ആയാലും കുഴപ്പമില്ല, പക്ഷെ പ്രാർത്ഥനയിൽ നമ്മൾ മോട്ടോർ വേ പോകുമ്പോൾ കാണാമല്ലേ, ചെക്ക് യുവർ ഫ്യൂവൽ. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, നിന്റെ പ്രാർത്ഥനയുടെ മാപിനി എങ്ങനെയാണ്, നിന്റെ കൂദാശയുടെ മാപിനി എങ്ങനെയാണ്, നിന്റെ വചനത്തിന്റെ മാപിനി എങ്ങനെയാണ്, ഏത് ലെവലാണ് നീ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹം പരിശീലിക്കണം. കുറവുള്ളവരെ സ്നേഹിക്കണം, അനുഗ്രഹിക്കണം, പരസ്പരം ക്ഷമിക്കണം. കൊളോസസ്. അതരങ്ങളിൽ നിന്ന് വ്യർത്ഥവാക്കുകൾ വരരുത്. സൗമ്യതയോടെ സംസാരിക്കാൻ. ടേപ്പൊക്കെ എടുത്ത് ഒട്ടിക്കണം. വായിൽ വെള്ളം നിറച്ചിട്ട് കൊച്ച് നമ്മളെ പിരികേറ്റുമ്പോൾ റൂമിൽ പോയി മുട്ടുകുത്തി ഒരു 2 സ്വർഗസ്ഥനായ പിതാവെ അങ്ങോട്ട് ചെല്ലണം. മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ഡിജിറ്റൽ ഫാസ്റ്റിങ്ങുകൾ പ്രഖ്യാപിക്കണം. മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് ഈശോ ഉണ്ടെങ്കിൽ പറഞ്ഞേനെ, നിന്റെ ഫേസ്ബുക്ക് നിനക്ക് പാപത്തിന് കാരണമാകുന്നെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്യ. നിന്റെ ലാപ്ടോപ്പ് നിനക്ക് പാപത്തിന് കാരണമാകുന്നെങ്കിൽ അത് തല്ലിപ്പൊട്ടിക്ക. നിന്റെ സ്മാർട്ട് ഫോൺ നിന്നെ പാപത്തിലേക്ക്, ജഡത്തിലേക്ക്, ലോകത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അത് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയ. മകനെ, മകളെ, നിന്റെ സ്മാർട്ട് ഫോണിനേക്കാൾ, നിന്റെ ലാപ്ടോപ്പിനേക്കാൾ, നിന്റെ സിനിമയേക്കാൾ, നിന്റെ എന്റർടൈൻമെന്റിനേക്കാൾ, നിന്റെ മ്യൂസിക്കിനേക്കാൾ ഏറെ വിലയുള്ളതാണ് നിന്റെ കുടുംബം, നിന്റെ ആത്മാവ്, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ തലമുറകൾ, നിന്റെ വിശ്വാസം. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകം സ്വീകരിച്ച് കരങ്ങളടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകാരണമായ വേദനകളും ആന്തരിക മുറികളും വരുമ്പോൾ റോമ 5:3 മുതലുള്ള വചനം, നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കും. കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കും. കഷ്ടതയില്ലാത്ത ജീവിതമല്ല, കഷ്ടതയുണ്ട്. ഹല്ലേലൂയ. ഗലാത്യ 5:22-24 ആത്മാവിന്റെ ഫലങ്ങൾ എൻ്റെ കുടുംബത്തിൽ മുടിചൂടി. ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരില്ലേ, കുക്കിംഗ് ഇഷ്ടമുള്ളവരില്ലേ? ഈ ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു കവിയാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ, കൊതിക്കണ്ടേ, അതിനുവേണ്ടി അധ്വാനിക്കണ്ടേ, അതിനുവേണ്ടി ടൈം കണ്ടെത്തണ്ടേ, അതിനുവേണ്ടി ടിപ്പുകൾ കണ്ടുപിടിക്കണ്ടേ, അതിനുവേണ്ടി വിശുദ്ധരുടെ മാധ്യസ്ഥം തേടേണ്ടേ, അതിനുവേണ്ടി കാത്തലിക് വെബ്സൈറ്റുകൾ കൂടേണ്ടേ, അതിനുവേണ്ടി അതിൻ്റെ തക്ക ധ്യാനങ്ങൾക്ക് പോകേണ്ടേ, പൈസ മുടക്ക. എന്തിനു വേണ്ടി? ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു വളരാൻ. ഞാനും റിനോയും കൂടെ ഒരു മാരിയേജ് എൻകൗണ്ടർ ബ്യൂട്ടിഫുൾ റിട്രീറ്റ് ആണ്. നിങ്ങൾ പോകണം. ഭാര്യ ഭർത്താവ് ഇരുന്ന് എഴുതണം. എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്, എന്താണ് ഫീൽ ചെയ്ത് എഴുതണം. പരസ്പരം മനസ്സിലാകും, പരസ്പരം പലതും അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അവിടെ പരസ്പരം സ്നേഹിക്കാൻ പരിശ്രമിക്കണം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയ്ക്കെതിരായ ഒരു നിയമവുമില്ല. എന്നിട്ട് അടുത്ത വചനം നമ്മൾ പലപ്പോഴും വായിക്കാറില്ല. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആ ആണി അടിച്ച് കിടക്കണം.
ചില ഹായ് വരും, ചില ബൈ വരും, ചില തെറ്റായ ചിന്തകൾ വരും. ആണിയടിച്ച് അവിടെ കിടക്കണം. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 7 പറയുന്നില്ലേ, ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അവർ പരസ്പരം ഒന്നാകണം. പരസ്പരമുള്ള അവകാശങ്ങൾ നിഷേധിക്കരുത്. നമ്മുടെ കൂടെയുള്ള ഒരു കുടുംബം ഇന്ന് ഡാമിൻസിൻ്റെ കൂടെയാണ്. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഞാൻ ഡേവിഡിനോടും ഋതുവിനോടും ചോദിച്ചു, എങ്ങനെയുണ്ട് കമ്മ്യൂണിറ്റി ലൈഫ്? അതിലൊരു പ്രധാന കാര്യം അവർ പറഞ്ഞു, ഡാഡി ടൈം ആൻഡ് മമ്മി ടൈം ഈസ് കമ്പൽസറി എവറി വീക്ക്. ഒരു കുഞ്ഞിന് 1 മണിക്കൂർ മസ്റ്റായിട്ട് 1-2 മണിക്കൂർ ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും പ്രത്യേകം അപ്പനും അമ്മയും കൊടുക്കണം. ആ 1 മണിക്കൂർ അവർ ചെയ്യേണ്ടത് ഇവർക്കിഷ്ടമുള്ള ഒന്നുമല്ല. ആ കൊച്ചു കുഞ്ഞിന് കുത്തി വരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ 1 മണിക്കൂർ കുത്തി വരയ്ക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം. ആ കൊച്ചിന് പന്ത് തട്ടാനാണ് ഇഷ്ടമെങ്കിൽ 1 മണിക്കൂർ പന്ത് തട്ടിക്കൊണ്ടിരിക്കണം. ആ കൊച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനാണ് ഇഷ്ടമെങ്കിൽ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം. കുഞ്ഞിന്റെ ഇഷ്ടത്തിനനുസരിച്ച് 1 മണിക്കൂർ. അപ്പനും അമ്മയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അന്നാരും പറഞ്ഞു തരാനില്ലായിരുന്നു. ഇന്ന് തിരിച്ചറിവ് കിട്ടുമ്പോൾ, മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ, പുതിയ തലമുറയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. അത് നീ നിന്റെ കുഞ്ഞിന്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഡിപ്പോസിറ്റായി മാറും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവസിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. 35,000-ത്തിലധികം പരിശുദ്ധ വചനങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിലെ ഒരു 355 വചനങ്ങളെങ്കിലും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ ഒരു ആഗ്രഹം. നീ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എത്രമാത്രം എഴുതി, എത്ര തിയറി എഴുതി, എത്ര പ്രാക്ടിക്കൽ എഴുതി, എത്രമാത്രം NHS-ലും അതുപോലെ മറ്റതിലും നീ റിഫ്രഷ്മെന്റ് കോഴ്സുകൾ ചെയ്യുന്നു, പുതിയ കോഴ്സുകൾ ചെയ്യുന്നു, സോഷ്യൽ വർക്കറായി മാറുന്നു, നേഴ്സായി മാറുന്നു, ഡോക്ടറായി മാറുന്നു, മറ്റ് ഡിഗ്രികൾ നീ സ്വന്തമാക്കുന്നു, രാജ്യങ്ങൾ പലായനം ചെയ്യുന്നു. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു, നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വർഗം നമുക്ക് സമാനമായി നൽകിയ ജീവന്റെ പുസ്തകത്തെ ചങ്കോട് ചേർക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ പരാജയമല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് നമ്മുടെ വീഴ്ചയല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് തുടങ്ങുന്ന ഈ ഒരൊറ്റ വർഷം കൊണ്ട് നിന്നെ അനുഗ്രഹമാക്കുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. നമുക്ക് എണീറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ കൺവെൻഷൻ കുടുംബങ്ങളോട് കർത്താവ് സംസാരിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള ലയം. പ്രഭാഷകൻ 25 25:11 ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. എങ്ങനെ പിടിക്കണം? മുറുകെ പിടിക്കണം, വെറുതെ പിടിച്ചവൻ. ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. അവന് തുല്യനായി, അവന് തുല്യയായി, ആ കുടുംബത്തിന് തുല്യമായി മറ്റൊന്നുമില്ലെന്ന് വചനം Markos 13:31 നമുക്കുറപ്പ് നൽകുകയും, നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം മികച്ചു നിൽക്കാൻ പറ്റും. 2 Korinthos 9:14 അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ നാം സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളെ ഞാൻ കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിക്കുകയാണ്, ഇവിടെയുള്ള സമഗ്ര കുടുംബങ്ങൾക്കും ഉത്കർഷം വരുത്താൻ, വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരാൻ. നീ UK വന്നത് മണ്ടത്തരമായില്ല എന്ന് പറയാൻ, അത് തെറ്റായ ഡിസിഷൻ ആയിരുന്നു എന്ന് പറയാൻ പറ്റാത്തവണ്ണം നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന കൃപയുടെ വചനം. എന്റെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ എന്ന് പറയുന്ന ദിവ്യസ്വരം കേൾക്കുന്ന ഒരു നിമിഷം. സെന്റ് പോൾ പറഞ്ഞില്ലേ, ഞാൻ നന്നായിട്ട് ഓടി, ഞാൻ നന്നായിട്ട് യുദ്ധം ചെയ്തു. I am going to receive the crown of glory. എന്താ തന്റെ ഇടം? ഒരു പാപി വിശുദ്ധനായപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്റെ അടുത്തോട് വിളിച്ചു പറയുന്നു, ബ്രദറിനെ കർത്താവ് സ്പർശിക്കുക, വിളിച്ചു പറയുക, ഞാൻ നന്നായിട്ട് ഓടി,
40 വർഷം നന്നായിട്ട് ഓടിക്കാണില്ല, 50 വർഷം നന്നായിട്ട് ഓടിക്കാണില്ല, 60 വർഷം നന്നായിട്ട് ഓടിക്കാണില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. ഇന്ന് മുതൽ, ടുഡേ, ഇന്നാണ് സാൽവേഷൻ, ഇന്നാണ് പരദീസ, ഇന്നാണ് രക്ഷ. ഇന്ന് മുതൽ നന്നായിട്ട് ഓടാൻ നമുക്കെല്ലാവർക്കും ഒരു അവസരം. ഹല്ലേലൂയ. നീ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. 10 മിനിറ്റ് ഉണ്ട്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. യാക്കോബിൽ പറയുന്നുണ്ട്, വചനം കേട്ടിട്ട് മറക്കുന്നവനല്ല, വചനം കേട്ടിട്ട് അനുസരിക്കുന്നവൻ എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹീതനാണ്. അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുള്ളവർ കൈ ഉയർത്തുകയെ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇപ്പൊ തന്നെയുണ്ട്. ഹെമറേജ് വുമൺ, ആൾക്കൂട്ടം അവൾക്ക് പ്രശ്നമായിരുന്നില്ല. ഈ രക്തമൊലിക്കുന്ന ഞാൻ തൊട്ടാൽ മറ്റുള്ളവരെല്ലാം അശുദ്ധരാകും അവൾക്ക് പ്രശ്നമായിരുന്നില്ല. അതിൻ്റെ ഇടയിലൂടെ അവൾ കടന്നു ചെന്ന് തൊടുകയാണ്. ഒരു കമ്മിറ്റ്മെന്റ്, a step forward in order to experience and encounter my Jesus. പാപിനിയായ സ്ത്രീ, സുഗന്ധദ്രവ്യ കുപ്പി നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം. ഇന്നത്തെ കാലത്ത് 20 ലക്ഷത്തിലധികം വിലയുള്ള ഒരു സുഗന്ധദ്രവ്യ കുപ്പി അവൾ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുകയാണ് എൻ്റെ കർത്താവിന്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. പാപകരമായ വഴിയിലൂടെ മൊബൈലിന്റെ ഒരൊറ്റ കാരണത്താൽ മടങ്ങിപ്പോയ ഒരു മകൾ, 30,000 നാട്ടിലാണ്, 30,000-ലധികം വിലയുള്ള ഫോൺ തച്ചുടച്ചിട്ട് ഫോൺ നമ്പറുകൾ മാത്രം വരുന്നൊരു സാധാ ഫോൺ നോക്കിയ വാങ്ങിച്ച് വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കും. ചില കുപ്പികൾ ഇന്ന് അടച്ച് പൊട്ടിക്കണം. ഞങ്ങൾ പണ്ട് കുപ്പി ശുശ്രൂഷ ചെയ്യുമായിരുന്നു. പല കുടുംബങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഒളിച്ചു വച്ചിരിക്കുന്ന സകല കുപ്പികളും എടുത്തുകൊണ്ടുവന്ന് ടോയ്ലറ്റിലേക്ക് ഒഴിച്ച് അതൊരു നഷ്ടമായി പരിഗണിക്കാതെ ആനന്ദമായി പരിഗണിക്കുന്ന കുടുംബങ്ങളുടെ അഭിഷേകം ഈ UK മണ്ണിൽ അനേക തവണ സംഭവിച്ചിട്ടുണ്ട്. ഇന്നും സംഭവിക്കാൻ ഈശോ നിനക്ക് ഒരവസരം നൽകുകയാണ്. വൃത്തിമയെ പോലെ ഒന്ന് ചങ്ക് പൊട്ടി വിളിക്കാൻ, അവന്റെ മേൽവസ്ത്രം ഉരിഞ്ഞ് ദൂരെ എറിയാൻ ഒരവസരം. സക്കേബുസിനെ പോലെ മുൻപേ ഓടി യേശു ആരെന്ന് കാണാനുള്ള ഒരു ആഗ്രഹം. നല്ല കള്ളനെ പോലെ കുറ്റം പറയാതെ, ഭാര്യയെ പഴിക്കുന്നില്ല, കുടുംബത്തെ പഴിക്കുന്നില്ല, ദാമ്പത്യത്തെ പഴിക്കുന്നില്ല, വീഴ്ചകളെ പഴിക്കുന്നില്ല. കർത്താവിലേക്ക് നോക്കി, എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തോട്, എൻ്റെ ദാമ്പത്യത്തോട്, എൻ്റെ കുഞ്ഞുങ്ങളോട് നീ അലിവ് തോന്നണേ എന്നുള്ളൊരു നിലവിളി. ആരൊക്കെ തീരുമാനമെടുക്കും? ഞാൻ അനേക മേഖലകൾ പറഞ്ഞു. ജഡത്തിന്റെ മേഖലകൾ, കണ്ണുകളുടെ മേഖല, കാതുകളുടെ മേഖലകൾ, കൂട്ടുകെട്ടുകളുടെ മേഖലകൾ, വഴക്ക്, തെറിവിളി, കൃപ നഷ്ടപ്പെടുത്തുന്ന മേഖലകൾ, ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന മേഖലകൾ. ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു കൃപയുടെ ജീവിതം നയിക്കണം. ഒരു കൃപയുടെ വചനത്തിന്റെ സാക്ഷ്യമായി എൻ്റെ ജീവിതങ്ങൾ മാറണം. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ജോസഫ് നീ പറയണം, ഇത് മാനസാന്തരത്തിനായി സ്വർഗം നമുക്ക് നൽകുന്ന കൺവെൻഷനാണ് സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ. മാറ്റമുള്ള കുടുംബങ്ങൾ മറ്റുള്ളവർ കണ്ട് യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് ജനക്കൂട്ടം വിളിച്ചു പറയുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് കൃപയുടെ വചനത്തിൽ എനിക്ക് മുന്നേറണം. അതിനെനിക്ക് ചില മേഖലകളുണ്ട്. ഞാനിതാ എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. കൃപയുടെ അഭിഷേകം സ്വീകരിക്കുകയാണ്. ഒരു പുതിയ മനുഷ്യനായി ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, വിവാഹമോചനത്തെ മാറ്റിവെക്കുന്ന, പങ്കാളിയെ കുറവോട് സ്വീകരിക്കുന്ന, മക്കളെ ചേർത്ത് പിടിക്കുന്ന, അവരെ കെട്ടിപ്പിടിക്കുന്ന, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പുത്തൻ ജീവിതം. വചനം തുറക്കുന്ന, ജപമാല കരങ്ങളിൽ എടുക്കുന്ന, കുമ്പസാരത്തിനായി ഓടി ഓടി പോകുന്ന ഒരു കൃപയുടെ ജീവിതം, സ്തുതിപ്പിന്റെ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് വരാം. അങ്ങനെ തീരുമാനമെടുക്കുന്നവർ മുമ്പിലേക്ക് വരിക. സ്റ്റെപ്പ് ഫോർവേഡ്.
മുമ്പിലേക്ക് വരിക, മുമ്പിലേക്ക് വരിക, മടിക്കരുത്. ഇയാൾ താരയുടെ മുമ്പിലേക്ക് വരിക. വാ, ധൈര്യമായിട്ട് വാ. ആരാ കാണട്ടെ, 10 പേര് കാണട്ടെ നീ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന്. 10 പേര് കാണട്ടെ നീ ചില ജഡിക പാപങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്ന്. 10 പേര് കാണട്ടെ നിനക്ക് ചില ബന്ധങ്ങൾ ഇനിമേൽ വേണ്ട എന്ന്. 10 പേര് കാണട്ടെ ഇനി മദ്യപാനം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന്. ഒരു 100 പേര് കാണട്ടെ അവൻ സെക്കൻഡ് സാറ്റർഡേയിലൂടെ പുകവലി നിർത്തി എന്ന്, അവന്റെ പ്രേമബന്ധം നിർത്തി എന്ന്. 10 പേര് ചേർന്നേക്ക്. അനേകം പേര് കടന്നു വരുന്നുണ്ട്. സാക്ഷ്യ സമൂഹത്തെ കർത്താവ് ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് സ്വർഗം ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. ഈ കൃപയുടെ വചനം നിങ്ങൾ വെള്ളമൊഴിച്ചാൽ വളരും വളരും വളരും, ഏറെ ഫലം പുറപ്പെടുവിക്കും. ജീവിതാന്ത്യത്തിൽ നീ ആനന്ദത്തോടെ മാലാഖമാരെ കണ്ട്, സ്വർഗീയ വിശുദ്ധരെ കണ്ട് നിത്യസ്വർഗത്തിലേക്ക് കടന്നു പോകും. നിന്റെ UK ജീവിതം പരാജയമാകില്ല. പ്ലീസ് കം ഫോർവേഡ്. ഇപ്പോഴും ആത്മാവ് പറയുന്നു, ചിലർക്കൊരു പെടപ്പ് ഉള്ളിൽ, ആ പെടപ്പ് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. മദ്യപാനിയായിരുന്നൊരു അപ്പന്റെ മകനാണ് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ പൂർണ്ണതയിൽ നിന്നല്ല, എൻ്റെ കർത്താവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് ഞാൻ പ്രഘോഷിച്ചത്. ഇന്നും എനിക്ക് ബലഹീനതകളുണ്ട്, ഇന്നും എനിക്ക് യുദ്ധമുണ്ട്. യുദ്ധമില്ലാത്ത ഒരു ആത്മീയ ജീവിതമില്ലല്ലോ, യുദ്ധമില്ലാത്ത ഒരു കുടുംബ ജീവിതമില്ലല്ലോ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദാഹം, എനിക്ക് എൻ്റെ യേശുവിനെ പോലെയാകണം. യേശു എൻ്റെ വാലന്റൈനായി മാറണം, ക്രൂശിതൻ എൻ്റെ സ്വന്തമായി മാറണം, ഉത്തിതൻ എൻ്റെ സ്വന്തം. ചേർന്നേക്ക്. പ്ലീസ് കം ഫോർവേഡ്. 2 കരങ്ങളും ഉയർത്തണം. കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുകയാണ്. കർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ സ്വർഗത്തിന്റെ തീ നിന്റെ മേൽ വന്ന് നിറയപ്പെടും. എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, നിന്റെ ജീവിതം ഉഴുതുമറിയപ്പെടത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വരും. ചിലപ്പോൾ അത് വെളിവാകുന്നത് ദിവസങ്ങളോ ആഴ്ചകളോ, പക്ഷെ വരും. അത് വരാതിരിക്കില്ല. ഹബക്കൂക്ക് 2:5 ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. എൻ്റെ ആവലാതിയെ കുറിച്ച് അവിടുത്തേക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഞാൻ കാത്തിരിക്കും. അത് വരും, അത് തീർച്ചയായും വരും. ഓടുന്നവന് പോലും ഫലകത്തിൽ എഴുതാൻ തക്കവണ്ണം അത് വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ സമർപ്പണത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. മദ്യപാനം വേണ്ട എന്ന് വെക്കുന്ന ചില പുതിയ ജീവിതങ്ങൾ, തഴക്ക ദോഷങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന പുതിയ ജീവിതങ്ങൾ, ഇന്ന് തിരികെ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും കാലിന്മേൽ കാല് വീണ് കെട്ടിപ്പിടിച്ച് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ ചേർത്ത് പിടിക്കുന്ന അഭിഷേകം, മക്കളെ ചുംബിക്കുന്ന അഭിഷേകം, വചനം തുറക്കുന്ന അഭിഷേകം, ദൈവത്തെ സ്തുതിക്കുന്ന അഭിഷേകം, സ്വർഗത്തിൽ ആനന്ദമുണ്ടാകുന്ന സന്തോഷം. 2 കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സെബാസ്റ്റ്യൻ, സ്തുതിക്കട്ടെ the mighty Lord. ഹല്ലേലൂയ. നീ നിന്റെ കുടുംബവും തലമുറകളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് പുതിയ വഴികൾ തുറക്കും. കർത്താവ് നിന്റെ കെട്ടുകൾ അഴിക്കും. നിന്നിലൂടെ നിന്റെ കുടുംബം, നിന്റെ കുടുംബ വൃക്ഷം, നിന്റെ തലമുറകൾ, നീ വസിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ഉള്ളു തുറന്ന് വിളിച്ചേ, യേശുവേ, ഈശോ, വിളിക്കൂ. അഭിഷേകം fire, receive the fire. ഈശോ, വിശ്വസിക്ക, ആരുമില്ല ഈശോ. യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ ചീത്തക്കെട്ടുകളുടെ കെട്ടഴിയട്ടെ. യേശുനാമത്തിൽ ചീട്ടിക പാപങ്ങളുടെ കെട്ടഴിയട്ടെ. സ്വർഗത്തിന്റെ തീ നിറയപ്പെടട്ടെ, പ്രാർത്ഥന നിറയപ്പെടട്ടെ, വചനം നിറയപ്പെടട്ടെ, സ്നേഹം നിറയപ്പെടട്ടെ, ക്ഷമ നിറയപ്പെടട്ടെ, ആനന്ദം നിറയപ്പെടട്ടെ, സഹനത്തിൽ ആനന്ദം നിറയപ്പെടട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ.
ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കരങ്ങൾ ഉയർത്തി വിളിച്ചേ യേശുവേ. ഈശോ 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 ഈശോ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങൾ, സാക്ഷ്യങ്ങൾ സംഭവിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. പട്ടാളച്ചിനോട് ചേർന്ന്, സ്വച്ഛനോട് ചേർന്ന്, ശൈശോച്ചിനോട് ചേർന്ന് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. Oh Jesus, mighty anointing. ഈശോ ഈശോ. A new life in Christ Jesus. യേശു ക്രിസ്തുവിൽ പുതിയ ജീവിതം, വിശുദ്ധ ജീവിതം. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഡയറക്റ്റ് സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഹല്ലേലൂയ. ക്രൂശിതൻ മുറിവേറ്റത് നിന്നെ വിശുദ്ധനാക്കാനാണ്, നിന്നെ വിശുദ്ധയാക്കാനാണ്. ക്രൂശിതൻ മുറിവേറ്റത് കൃപയുടെ വചനം മാംസം ധരിക്കാനാണ്. കണ്ണടച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ഒരു 19 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ ഒരിക്കൽ കൂടെ വിളിച്ചേ യേശുവേ. ഈശോ. Bless your people, heal your people, deliver your people, transform your people. The mighty name of Jesus. അപ്പാ, കുടുംബങ്ങൾക്ക് പുതിയ ചരിത്രം, കുടുംബങ്ങൾക്ക് പുതിയ ചരിത്രം. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുവിന്റെ വചനത്തിന്റെ യോഗ്യതയിൽ, യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയിൽ, ദിവ്യകാരുണ്യത്തിന്റെ യോഗ്യതയിൽ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. യേശുവേ. ഈ കൃപയുടെ വചനം നമ്മിൽ നിറഞ്ഞു വളർന്ന് നമുക്കും അനേകർക്കും അനുഗ്രഹമായി മാറും. ഉറപ്പ്. കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയും.